നമസ്കാരം. കഴിഞ്ഞ ഒരു വർഷക്കാലം നിഫ്റ്റി 50 നൽകിയ റിട്ടേൺസ് എന്നുള്ളത് ഏകദേശം 30%. അതേസമയം നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഇൻഡെക്സ് നൽകിയ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 67% വരും. ഈ രീതിയിലുള്ള ഒരു റിട്ടേൺസ് കൊണ്ടാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഈ സാമ്പത്തിക വർഷത്തിൽ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഏകദേശം 92% അധിക നിക്ഷേപം കൈവരിച്ചത്. 2023 സാമ്പത്തിക വർഷത്തിൽ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഏകദേശം 22,100 കോടി രൂപയുടെ നിക്ഷേപമാണ് വന്നു ചേർന്നത്. അതേസമയം ഈ സാമ്പത്തിക വർഷത്തിൽ ഇതുവരെയുള്ള മാസങ്ങളിൽ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇതിനോടകം തന്നെ ഏകദേശം 37,300 കോടി രൂപയുടെ നിക്ഷേപം വന്നു ചേർന്നിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഈ രീതിയിലുള്ള നിക്ഷേപം വന്നു ചേരുന്നത് ഒരു ആശാവഹമായ കാര്യമല്ലേ എന്നുള്ളൊരു ചിന്ത നമ്മളിൽ പലർക്കും ഉണ്ടാകും. എന്നാൽ മാർക്കറ്റ് റെഗുലേറ്ററായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇതൊരു ആശങ്കാജനകമായ കാര്യമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത 21 ദിവസത്തിനുള്ളിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പോളിസിയുമായി വരുവാൻ വേണ്ടി സെബി അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ അഥവാ ആംഫിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോഴും ഈ സ്മോൾ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്ക് റിസ്ക് വളരെ കൂടുതലാണ്. ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണ് എങ്കിൽ ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ പൊതുവെ എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺസ് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് മാർക്കറ്റ് താഴോട്ട് പോവുകയാണ് എങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ലോസസ് ആയിരിക്കും ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പൊതുവെ നോക്കുകയാണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇത്തരത്തിലുള്ള സ്മോൾ അല്ലെങ്കിൽ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യണമെന്ന് പല എക്സ്പേർട്ടുകളും പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ഹ്രസ്വകാലത്തിൽ എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നതാണ് ഇപ്പോൾ വളരെ വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി സെബി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്നുള്ളത് ഇത്തരത്തിലുള്ള സ്മോൾ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വരുന്ന നിക്ഷേപങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ക്യാപ്പ് നിശ്ചയിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇത്തരത്തിൽ പരിധിക്ക് കൂടിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ ഇത്തരത്തിലുള്ള സ്മോൾ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വരുമ്പോഴും പലപ്പോഴും ഇവരുടെ ഫണ്ട് മാനേജേഴ്സ് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ഈ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ മാർക്കറ്റ് ഇടിയുമ്പോഴും പോർട്ട്ഫോളിയോയ്ക്ക് അത് വളരെ വലിയൊരു റിസ്ക് ആണ് സമ്മാനിക്കുന്നത്. ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറമുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇനി മുതൽ SIP രീതിയിലോ അല്ലെങ്കിൽ ലംസമായിട്ടോ ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. നമുക്ക് നോക്കിയാലറിയാം, ടാറ്റ, നിപ്പോൺ, കോട്ടാക് തുടങ്ങിയ പല മ്യൂച്വൽ ഫണ്ടുകളും അവരുടെ സ്മോൾ ക്യാപ് ഫണ്ടുകൾക്ക് ഒരു നിശ്ചിത രീതിയിലുള്ള ലിമിറ്റ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആംഫി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്മോൾ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെ വെബ്സൈറ്റിൽ അത്തരത്തിലുള്ള ഫണ്ടുകളുടെ പ്രധാനപ്പെട്ട റിസ്കുകൾ എന്തൊക്കെയാണ് എന്ന് പ്രതിപാദിക്കണം എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പെട്ടെന്ന് ഉള്ള ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു റിഡംഷൻ റിക്വസ്റ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ഈ മ്യൂച്വൽ ഫണ്ടിന് ആ ഷെയർസ് ഒക്കെ വിറ്റുകൊണ്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് കൃത്യമായി സ്റ്റേറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. മാത്രമല്ല, എന്തെങ്കിലും കാരണവശാൽ ഇത്തരത്തിലുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരു റിഡംഷൻ റിക്വസ്റ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള റിഡംഷൻ റിക്വസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടിന്റെ കയ്യിൽ എത്ര പെർസെൻറ്റേജ് ക്യാഷ് ലിക്വിഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഒരു 5% ഒക്കെ വരെയുള്ള, അതായത് ടോട്ടൽ അസറ്റിന്റെ ഒരു 5% ഒക്കെ മ്യൂച്വൽ ഫണ്ടുകൾ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള ഒരു റിഡംഷൻ റിക്വസ്റ്റ് ഒക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ. റീസെന്റ്ലിയുള്ള ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പല സ്മോൾ ആൻഡ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെയും ക്യാഷ് ഹോൾഡിംഗ് ഈവൻ 5%-ന് മുകളിൽ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, ഈ സ്മോൾ മിഡ് ക്യാപ് സെഗ്മെന്റിലുള്ള ഒട്ടുമിക്ക ഓഹരികളും ഇപ്പൊ മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓവർ വാല്യൂഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഓവർ ബോട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഫണ്ടുകളിൽ. ഈ ഫണ്ട് മാനേജേഴ്സിന് ആ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്കുകൾ എങ്ങനെ വാങ്ങും എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഒക്കെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷും വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും രീതിയിലൊരു പ്രതിസന്ധി വരികയാണെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ ഒബ്വിയസ്ലി ഇത്തരത്തിലുള്ള ഒരു ലിക്വിഡ് ക്യാഷ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ ആംഫിയുടെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശത്തിന്റെ ഒരു പോയിന്റ് എന്നുള്ളത്. വളരെ വലിയ രീതിയിലുള്ള ഒരു റിഡംഷൻ റിക്വസ്റ്റ് ഈ സ്മോൾ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇൻ കേസ് ഈവൻ ഒരു മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ ഒരു ക്രാഷ് അനുഭവപ്പെടുകയോ ചെയ്യുമ്പോൾ
ഇൻവെസ്റ്റേഴ്സ് നേരിടാൻ വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് ലിക്വിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം നമുക്കറിയാം ഈ സ്മോൾ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഓഹരികളിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ലാക്ക് ഓഫ് ലിക്വിഡിറ്റിയാണ്. പെട്ടെന്ന് നമുക്ക് ഒരുപക്ഷെ വിചാരിക്കുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റി ഒന്നും ഒരുപക്ഷെ മാർക്കറ്റ് വഴി സെൽ ഓഫ് ചെയ്തുകൊണ്ട് ക്യാഷ് ആക്കി മാറ്റാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ വളരെ വലിയൊരു ക്രാഷ് ഇത്തരത്തിലുള്ള ഒരു സെഗ്മെന്റിൽ ഉണ്ടാവുകയാണ് എങ്കിലും ഈ സ്മോൾ മിഡ് ക്യാപ്പ് ഫണ്ട് മാനേജേഴ്സ് ഒരുപക്ഷെ അതൊരു വളരെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിട്ട് അവർക്ക് വന്നു ചേരാം. അപ്പൊ അത് കൂടി കൗണ്ടർ ചെയ്യേണ്ടിയിട്ടാണ് ആംഫി ഇത്തരത്തിലൊരു നിർദ്ദേശമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഒരു സ്മോൾ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അപ് ടു 65%, അതായത് 65% ഇൻവെസ്റ്റ്മെന്റ്സ് അവർ നിർബന്ധമായിട്ടും ഈ സ്മോൾ ക്യാപ്പിലോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഓഹരികളിലോ നിക്ഷേപിച്ചിരിക്കണം എന്നുള്ളതാണ്. ബാക്കിയുള്ള 35% വേണമെങ്കിൽ അവർക്ക് ലാർജ് ക്യാപ്പിലോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആംഫിയുടെ മറ്റൊരു നിർദ്ദേശം എന്നുള്ളത് ഈ ബാക്കി വരുന്ന 35% അവർ നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള ലാർജ് ക്യാപ്പ് ഓഹരികളിലോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ സൂക്ഷിക്കണം എന്നുള്ളതാണ്. പല മ്യൂച്വൽ ഫണ്ടുകളും ഈ 65% മുകളിലും ഒക്കെ സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രവണത സെബി ഇതിനു മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ സ്മോൾ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പോൾ വരുന്നത്, അതുകൊണ്ട് ഞാൻ അതൊക്കെ വിറ്റുമാറി എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ നിക്ഷേപിക്കണോ എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ അങ്ങനെ ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബറിന്റെ തള്ളു കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഈ സ്മോൾ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഇതുവരെ നൽകിയിട്ടുള്ള ഈ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന റിട്ടേൺസ് കണ്ടുകൊണ്ടോ എന്നും മുന്നോട്ട് പോവരുത് എന്നുള്ളതാണ്. സ്മോൾ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോഴുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള റോള് എന്നുള്ളത് അതൊരു ലോങ് ടേം വിഷനോട് കൂടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ലോങ് ടേം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5 years അല്ലെങ്കിൽ എബോവ് ഉള്ള നിക്ഷേപങ്ങൾക്ക് വേണ്ടി മാത്രം സ്മോൾ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിലെ നിക്ഷേപങ്ങളെ പരിഗണിക്കുക. ഷോർട്ട് ടേമിൽ എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺസ് ആഗ്രഹിച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സ്മോൾ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നിക്ഷേപിക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു 5 മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് എങ്കിൽ അതിൽ 3 അല്ലെങ്കിൽ 4 ഈ ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളിലേക്കൊക്കെ നിക്ഷേപിക്കുക. 1 or 2 മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് സ്മോൾ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് വ്യക്തമായിട്ട് എനിക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കൂടുതൽ മെജോറിറ്റി മ്യൂച്വൽ ഫണ്ടുകളും എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺസ് ആഗ്രഹിച്ചുകൊണ്ട് ഈ സ്മോൾ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിലേക്ക് മാത്രം നിക്ഷേപിക്കുന്നത് ഭാവിയിൽ ഒരു മാർക്കറ്റ് കറക്ഷനിലൊക്കെ നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് തീരും എന്നുള്ളത് മാത്രമാണ് ഇതോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർക്കുവാനുള്ളത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ അശ്വിൻ അലറ. നന്ദി, നമസ്കാരം.